ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ ഒരു ഇച്ചിരി ഹെവിയാണ്. കാരണം ഇന്ന് ട്യൂസ്ഡേ ഈവനിങ് ആണ്. നാളെ ഏട്ടൻ്റെ ഓഫ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് പ്ലാനിൽ. ഞാനൊരു 1.5 ഗ്ലാസ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. നമ്മൾ 2 ദിവസത്തേക്ക് പ്ലാൻ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അത് കഴുകി ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളത് വെള്ളം വെച്ചു, ഓയിൽ ഒഴിച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ അരി വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മളുടെ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അതിലോട്ട് കുറച്ച് കോൺഫ്ലോർ, ഉപ്പ്, അതുപോലെ തന്നെ പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് സോയാ സോസ്, കുറച്ച് ചില്ലി സോസ്, ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതും ഒരു 30 മിനിറ്റ്സ് നമ്മളൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് വേണ്ട പച്ചക്കറികൾ അരിഞ്ഞ് വെക്കാം. പിന്നെ ഇത് ഇടയ്ക്ക് ഞാൻ പോയിട്ട് ചിക്കൻ ഒന്ന് വറക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഓയിലിലാണ് കേട്ടോ വറക്കുന്നത്. പിന്നെ അത് എഗി നമ്മൾ പച്ചക്കറി അരിയാൻ വേണ്ടി വന്നു. നമുക്ക് കുറച്ച് ക്യാപ്സിക്കം, ക്യാരറ്റ് അതെല്ലാം വേണമല്ലോ. പിന്നെ അതേ നമ്മൾ ഫ്രൈഡ് റൈസ് വെക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചു. നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അതിലോട്ടേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ സവാള, ഞാൻ സ്പ്രിങ് ഒനിയൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിലോട്ട് പച്ചക്കറി ആയിട്ട് ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, പിന്നെ അതിലേക്ക് പിന്നെ സോയാ സോസ്, ചില്ലി സോസ്, കുറച്ച് പെപ്പർ പൗഡർ, ഇതെല്ലാം കൂടി ഇട്ട് ഉപ്പെല്ലാം നോക്കി റൈസ് ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിത് ചിക്കൻ വറക്കുന്ന സെയിം ഓയിൽ തന്നെയാട്ടോ ഞാൻ യൂസ് ആക്കുന്നത്. അതിലോട്ടേക്ക് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ടുള്ള സവാള, ക്യാപ്സിക്കം, ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ആ സമയം കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സോസുകളായിട്ട് സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, ഇതിലൊക്കെ പിന്നെ ഫുൾ സോസ് ആണല്ലോ. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ഫ്ലേവേഴ്സും ഒന്ന് ബാലൻസ് ചെയ്യാൻ. പിന്നെ ചിക്കൻ ഇട്ടു. അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഡിന്നർ കഴിക്കാം. സംഭവം കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പോൾ ശരി.